നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 15 ബുധനാഴ്ച മുതൽ 9 ദിവസം ആഷാഢ നവരാത്രിയാണ്. ജൂലൈ 15 തുടങ്ങി ജൂലൈ 23 വരെയാണ്. ആഷാഢ പഞ്ചമി വരുന്നത് ജൂലൈ 18 ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആഷാഢ നവരാത്രിയുടെ ആദ്യത്തെ ദിവസം മുതൽ 9 ദിവസം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ്. അതായത് ദേവിയെ പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് ഏത് നാമമാണ് ചൊല്ലേണ്ടത്, നിവേദ്യം വെക്കാൻ സാധിക്കുന്നവർക്ക് ഏതൊക്കെ നിവേദ്യം വെക്കാം, പൂക്കൾ എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും രാവിലെ വിളക്ക് കൊളുത്തി ദേവിക്ക് ഒരു നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ നവരാത്രി പൂജ ചെയ്യാമോ എന്ന് സംശയമുണ്ടായിരിക്കാം. നവരാത്രി പൂജ എപ്പോഴും രാത്രിയിലാണ് ചെയ്യേണ്ടത്. അതായത് രാത്രി 7 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് ചെയ്യാവുന്നതാണ്. ഇതിന് ഒട്ടും സാധിക്കില്ല എന്നുള്ളവർ മാത്രം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുക. പൂജ ചെയ്യുന്നവർ നോൺ വെജ് കഴിക്കരുത്. കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രുചി നോക്കാനും പാടില്ല. കുളിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാവുന്നതാണ്. 9 ദിവസവും സാധിക്കാത്തവരാണെങ്കിൽ പഞ്ചമി തിഥിയിൽ മാത്രമായോ അല്ലെങ്കിൽ പഞ്ചമി തിഥി മുതൽ കണ്ടിന്യൂസ് ആയോ ചെയ്യാവുന്നതാണ്. പൂജ ചെയ്യേണ്ട സമയം ദിവസവും എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 6:30 ശേഷം 11 മണി വരെയുള്ള സമയത്താണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. വാരാഹി വഴിപാട് ചെയ്യുന്നവർ എന്ത് ന്യായമായ ആവശ്യവും പ്രാർത്ഥിച്ചാൽ ദേവി സാധിച്ചു തരും. അമ്മയെ പ്രാർത്ഥിക്കുന്നവരുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും മഞ്ഞുകട്ട അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോകും. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ആരെയും വഞ്ചിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം നമ്മൾ വാരാഹി ദേവിയെ മഹാവാരാഹിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിന് ധൈര്യം ലഭിക്കുന്നതിന്, നമ്മുടെ മനസ്സിന് വിഷമം, ടെൻഷൻ തുടങ്ങിയവയൊക്കെ മാറിക്കിട്ടുന്നതിന് മഹാവാരാഹിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഓം മഹാവാരാഹിയെ നമോ നമ. ഇത് 27 തവണയാണ് ചൊല്ലേണ്ടത്. ആദ്യത്തെ ദിവസം മുതൽ 9 ദിവസവും ദേവിയെ പ്രാർത്ഥിക്കണം, നാമം ചൊല്ലണം, പൂജിക്കണം എന്നൊക്കെ ഉള്ളവർ ആദ്യത്തെ ദിവസം ഗണപതി പൂജയോടുകൂടി വേണം തുടങ്ങേണ്ടത്. ഒരു മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് കറുക സമർപ്പിച്ചുകൊണ്ട് ഓം ഗം ഗണപതിയെ നമ 11 തവണ ചൊല്ലി അതിനുശേഷം വേണം വാരാഹി ദേവിയുടെ നാമങ്ങൾ ചൊല്ലേണ്ടത്. ദേവിക്ക് എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ദിവസം നമുക്ക് ദേവിക്ക് പൊങ്കൽ സമർപ്പിക്കാം. ചുവന്ന പഴം, ചെങ്കദളി പഴം ലഭിക്കും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പാൽ സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് സമർപ്പിക്കാവുന്നതാണ്. ചുവന്ന അരളിപ്പൂക്കളോ ചുവന്ന തെറ്റിപ്പൂക്കളോ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ദേവിയുടെ ഗായത്രി മന്ത്രം 108 തവണ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് 108 തവണ ചൊല്ലാവുന്നതാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ ദേവിയെ സത്കുമാരണ വാരാഹിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓം സത്കുമാരണ വാരാഹി നമ എന്ന 27 തവണയാണ് ചൊല്ലേണ്ടത്. ദേവിക്ക് അരളിപ്പൂക്കൾ, മുല്ലപ്പൂ, കൂവളയില ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പൂക്കളും ഉപയോഗിക്കാം. നമ്മൾ അർച്ചന ചെയ്യുന്ന പൂക്കളോ വെക്കുന്ന നിവേദ്യങ്ങളെക്കാളും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തിയാണ് മുൻതൂക്കം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൂക്കളും നമ്മുടെ വീട്ടിൽ നമുക്ക് ദേവിക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന നിവേദ്യം അതൊരു ഗ്ലാസ് പാൽ മാത്രമാണെങ്കിൽ പോലും ഭക്തിയോടെ ദേവിയുടെ നാമങ്ങൾ ചൊല്ലി നമ്മൾ അത് സമർപ്പിച്ചാൽ മാത്രം മതി. ദേവിയുടെ അനുഗ്രഹം നമുക്ക് തീർച്ചയായും ലഭിക്കും. അതുകൊണ്ട് ഈ പറയുന്ന നിവേദ്യങ്ങളോ ഈ പറയുന്ന പൂക്കളോ ഇല്ല എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള റീസൺ കൊണ്ട് ആരും ദേവിയെ പ്രാർത്ഥിക്കാതിരിക്കരുത്. നമുക്ക് എന്തുണ്ട്, എന്ത് സമർപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് ദേവിക്ക് നല്ലതുപോലെ അറിയാം. നിഷ്കളങ്കമായ മനസ്സോടെ ഈ 9 നാളുകളും നമുക്ക് സാധിക്കുന്നത് പോലെ ദേവിയെ പൂജിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഓരോ ദിവസവും പൂക്കളും നിവേദ്യവും മന്ത്രവും ഒക്കെ പറയുന്നത് എന്നാൽ, ആ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് കൂടുതൽ ശ്രേഷ്ഠകരമാണ്. എല്ലാ ദിവസവും പറയുന്ന നാമങ്ങൾ 27 തവണയാണ് ചൊല്ലേണ്ടത്. നിവേദ്യമായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു ഫ്രൂട്ടും വെക്കാം. മാതളം വെക്കാം, ആപ്പിൾ വെക്കാം, ഗോതമ്പ് കൊണ്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കി വെക്കാം, വട വെക്കാം, ഒരു സുണ്ടൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ദിവസം നമ്മൾ ദേവിയെ കാര്യസിദ്ധി വാരാഹിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസം ചൊല്ലേണ്ട മന്ത്രം
ശ്രീം സർവസിദ്ധി മാതാ മമ ഗൃഹം മേ ധന സമൃദ്ധി ദേഹി ദേഹി നമ. 27 തവണയാണ് ചൊല്ലേണ്ടത്. 4-മത്തെ ദിവസം നമ്മൾ ദേവിയെ രോഗനിവാരണ വാരാഹിയായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ദിവസം ദേവിക്ക് ഉഴുന്നവട ഉണ്ടാക്കി വെക്കാം, നാരങ്ങ ചോറുണ്ടാക്കി വെക്കാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കാവുന്നതാണ്. ചൊല്ലേണ്ട നാമം ഓം ആം രോഗനിവാരണ സ്വാഹ. ഓം ആം രോഗനിവാരണ സ്വാഹ 27 തവണയാണ് ചൊല്ലേണ്ടത്. 5-ാം ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ്. ഈ ദിവസം ദേവിക്ക് ഏലക്ക മാല ചാർത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ചാർത്താവുന്നതാണ്. നിവേദ്യമായിട്ട് പാനകം ഉണ്ടാക്കി വെക്കണം. മറ്റു നിവേദ്യങ്ങൾ നമുക്ക് സാധിക്കുന്നത് പോലെ ചെയ്യാവുന്നതാണ്. മന്ത്രം ഓം ഹം വാരാഹി ദേവി നമ. ഓം ഹം വാരാഹി ദേവി നമ. ഇത് 108 തവണയാണ് പഞ്ചമി ദിവസം ചൊല്ലേണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കർക്കിടക മാസം തുടങ്ങുകയാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതിയ ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആരും തന്നെ പുതിയ ചാനലിൽ പോയി കാണുന്നില്ല. ഇനി പഞ്ചമി തിഥിയിൽ നമുക്ക് എന്തെല്ലാം കൂടുതലായി ചെയ്യാമെന്ന് പറഞ്ഞാൽ, പഞ്ചമി തിഥിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലങ്ങൾ നമുക്ക് ലഭിക്കും. പഞ്ചങ്ങൾ തീർന്നു കിട്ടും എന്നുള്ളതാണ്. പഞ്ചങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ. മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഈ ദിവസം അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. വിവാഹം നടക്കുന്നതിന്, സന്താന ഭാഗ്യത്തിന് വേണ്ടിയും ഈ പഞ്ചമി ദിവസം തേങ്ങാദീപം നെയ്യ് ഒഴിച്ചു കൊളുത്താവുന്നതാണ്. മഞ്ഞൾ മാല ദേവിക്ക് ചാർത്താവുന്നതാണ്. ഏലക്ക മാല ചാർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾ മാല ചാർത്തിയാൽ മതി. രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ അവിടെ മഞ്ഞൾ മാല നമ്മൾ സമർപ്പിക്കുന്നത് ദേവിക്ക് ചാർത്തുമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ്. ഈ 9 ദിവസത്തിൽ ഈ ഒരു ദിവസം മാത്രം വ്രതമെടുത്തും നമുക്ക് ദേവിയെ ആരാധിക്കാവുന്നതാണ്. രാവിലെ കുളിച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി നാമം ചൊല്ലിയതിനു ശേഷം നമ്മൾ എന്താണോ ദേവിക്ക് നിവേദ്യമായി സമർപ്പിച്ചത് അത് പ്രസാദമായി കഴിച്ചുകൊണ്ട് ആ ഒരു ദിവസം മാത്രമായി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി 6-മത്തെ ദിവസം സന്താന വാരാഹിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സന്താന വാരാഹി എന്ന് പറയുമ്പോൾ സന്താനങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് സന്താന വാരാഹിയെ പ്രാർത്ഥിക്കുന്നത്. ഏത് പൂവും നമുക്ക് സമർപ്പിക്കാമെന്നുണ്ടെങ്കിലും ചെമ്പകം, ശംഖുപുഷ്പം ഒക്കെ ലഭിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നിവേദ്യമായിട്ട് ക്യാരറ്റ് വെക്കാം, സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി തേനൊഴിച്ച് വെക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. ഈ 6-മത്തെ ദിവസം ചൊല്ലേണ്ട നാമം ഓം ഐം സന്താന വാരാഹി നമ. ഇത് 27 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ചൊല്ലാവുന്നതാണ്. 7-മത്തെ ദിവസം നമ്മൾ ദേവിയെ ധന ആകർഷണ വാരാഹിയായിട്ടാണ് ആരാധിക്കുന്നത്. ഈ ദിവസം ചൊല്ലേണ്ട നാമം ഓം ഐം ഐം ക്ലീം ധനാകർഷണ വാരാഹി നമ. 2 പ്രാവശ്യം ഐം ചൊല്ലണം. ഓം ഐം ഐം ക്ലീം ധനാകർഷണ വാരാഹി നമ. കടങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് 7-മത്തെ ദിവസം നമ്മൾ വാരാഹി ദേവിയെ ഈ രൂപത്തിൽ ആരാധിക്കുന്നത്. 8-മത്തെ ദിവസം വിദ്യാവാരാഹിയായിട്ടാണ് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. അറിവ്, ജ്ഞാനം, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചൊല്ലേണ്ട നാമം ഓം ഐം ശ്രീം വിദ്യാവാരാഹി നമ. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ 108 തവണ കുട്ടികൾക്കോ അമ്മമാർക്കോ ചൊല്ലാവുന്നതാണ്. നിവേദ്യം ഞാൻ സെപ്പറേറ്റ് ആയി പറയുന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ള വാരാഹി ദേവിക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു നിവേദ്യവും നമുക്ക് സമർപ്പിക്കാം. ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് പാനകം, മാതള അല്ലികളിൽ തേനൊഴിച്ചു വെക്കുന്നത്, സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി അതിൽ തേനൊഴിച്ചു വെക്കുന്നതുമാണ്. ഇത് കൂടാതെ ഉഴുന്നുവട ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വെക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 9-മത്തെ ദിവസം സർവശക്തി വാരാഹി ദേവിയായിട്ടാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. ഈ ദിവസം ദേവിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് ജീവിതത്തിൽ സർവമംഗളങ്ങളും ലഭിക്കുമെന്നുള്ളതാണ്. ഏലക്ക മാല ചാർത്താവുന്നതാണ്. പായസം ഉണ്ടാക്കി വെക്കാം 9-മത്തെ ദിവസമായതുകൊണ്ട് തന്നെ. ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം സർവശക്തി വാരാഹി വസി വസി സ്വാഹ. ഇത് 108 തവണയാണ് ചൊല്ലേണ്ടത്. ഓം സർവശക്തി വാരാഹി വസി വസി സ്വാഹ. വീട്ടിൽ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ നോൺ വെജ് ഫുഡ് അവോയ്ഡ് ചെയ്തുകൊണ്ട്
ഈ 9 ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുന്നത് വഴി നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ദേവി നമുക്ക് സാധിച്ചു നൽകുക തന്നെ ചെയ്യും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ സമർപ്പിക്കുന്ന പൂക്കൾ, നിവേദ്യം ഇതൊന്നും മുഖ്യമല്ല, ഭക്തിയാണ് അവിടെ മുഖ്യം. യഥാർത്ഥ ഭക്തിയോടുകൂടി ദേവിയെ വിളിക്കുന്ന ഒരു ഭക്തനെ അല്ലെങ്കിൽ ഭക്തയെ ദേവി ഒരിക്കലും കൈവിടില്ല. പ്രാർത്ഥനകൾ വെക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷമായിട്ടുള്ള പ്രാർത്ഥനകൾ ദേവിയോട് പ്രാർത്ഥിക്കാതിരിക്കുക. അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.